ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. വീണ്ടും ഞങ്ങൾ ഒന്ന് മീൻ ചന്തയിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒന്നാമത് എൻ്റെ മൊബൈലിനകത്ത് സ്പേസ് ഇല്ലായിരുന്നു. പിന്നെന്താ, എൻ്റെ മൊബൈൽ അവിടെ തറയെ വീണായിരുന്നു. ഈ ആൾക്കാരുടെ ഈ ഭയങ്കര ക്രൗഡാണ് ഈ മീൻ ചന്തയിലെ. ആ സമയത്ത് ആ മീൻ ഈ ലോക്കൽ മീൻ മാർക്കറ്റുകാരൊക്കെ വന്ന് മീൻ എടുക്കുന്നതും വാങ്ങിക്കാൻ വരുന്നവരും അങ്ങനെ പല ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ USA അപ്പം പുള്ളിക്കാരിയുടെ ഒരു ചേച്ചിയുടെ മോക്ക് പ്രോൺസും നെയ്മീനും അച്ചാർ വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയാ. അപ്പം ആ വീഡിയോയൊക്കെ കാണിക്കുന്നത് വന്നിട്ട് വാങ്ങിച്ച നമ്മൾ നെയ്മീനും പ്രോൺസും വാങ്ങിച്ചതൊന്നും അതൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറയില്ല, എൻ്റെ മൊബൈലിൻ്റെ ഇതങ്ങ് തീർന്നു. എന്തോ കഷ്ടമായി പോയെന്നുള്ളതാണ്. വലിയ കാര്യത്തിൽ പോയതാ. അപ്പം പിന്നെന്താ, ഇനിയിപ്പം നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അതിലൊരു മീൻ ഞാൻ നിങ്ങളത് ചോദിക്കാം. പല മീനും എനിക്കതിൻ്റെ ചിലത് അറിയത്തില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കുന്ന ചില മീനുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള. ഇവിടെ കൂടുതലും നമ്മൾ കഴിക്കുന്നത് എനിക്കിഷ്ടം ചൂരയാണ്. അപ്പോൾ ചൂര ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നാളി ഒരു 6 ചൂര വാങ്ങിച്ചില്ലേ, അതിൽ ഒരെണ്ണം മാത്രമേ അങ്ങനെ കറുപ്പായിട്ട് വന്നുള്ളൂ. ബാക്കി ഒരെണ്ണം കൂടി ഇനി ഇരിപ്പുണ്ട്. ബാക്കി എടുത്തതെല്ലാം നല്ല വെള്ളയായിരുന്നു. പക്ഷെ അവിടുന്ന് ഞങ്ങളൊരു മീൻ, ഒരു ചൂരയും കൂടെ വലിയൊരു 2-3 കിലോയുടെ ഒരു ചൂര വാങ്ങിച്ചു. പക്ഷെ അത് ഇന്നെടുത്തിട്ട് അതും കറുപ്പ്. പിന്നെ എന്തുകൊണ്ട് ഇന്നാണെങ്കിൽ അങ്ങ് ഭയങ്കര നടുവാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് എണ്ണിക്കുമ്പോൾ അങ്ങ് ടേബിൾ പോണി ഭയങ്കര പ്രോബ്ലമായിരുന്നു. കാരണം 2 ദിവസം അടുപ്പിച്ച് ഇന്ന് ജോലി ഉണ്ടായിരുന്നല്ലേ. അപ്പം ചോദിക്കും, എന്നാ ചെയ്യാതിരുന്നൂടെയെന്ന്. എന്നോടങ്ങനെ പറയരുതേ, ഞാൻ ചെയ്യാതിരിക്കത്തില്ല. കിട്ടുന്ന ജോലി ഞാൻ കളയത്തില്ല. ആരെന്തോ പറഞ്ഞാലും ശരി, ഞാൻ കിട്ടുന്ന ജോലികളൊന്നും കളയത്തില്ല. അപ്പം ഇങ്ങനെ എൻ്റെയും ബെൻസിയുടെയും വീഡിയോ കണ്ടിട്ട് കമൻറ്റിൽ ആനി ഫാബ്രിക്കേഷൻ എന്നും പറഞ്ഞൊരു, ഞാൻ ഇന്നലെയും പറഞ്ഞ. അപ്പോൾ ഞാനിന്ന് സംസാരിച്ചു, സൂസൻ എന്ന പേര്. അപ്പോൾ എന്തോ ആദ്യം ഈ തുണി ഇങ്ങനെ ഓൺലൈൻ വഴിയായിരുന്നു ചെയ്തോടെ തന്നപ്പോൾ അത് വീഡിയോ എടുത്ത് കാണിക്കണ്ടേ ആൾക്കാരെല്ലാം ഇങ്ങനെ ഓരോ തുണികളുടെയും ഫോട്ടോ അയക്കാം. അപ്പം എഡിറ്റിങ്ങിന് പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല. മക്കളുടെ ഹെൽപ്പ് വേണം. മക്കൾ സ്കൂളിലും ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് പറ്റുന്നില്ല. അന്നേരം എന്നാൽ പിന്നെ ബെൻസിയുടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനായിട്ട് എന്നെയും കൊണ്ടും ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് ചെയ്യണമെന്നുള്ള ഇത് വെച്ചിട്ട് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി അവരുടെ തന്നെ സൊസൈറ്റിയിലുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് ഇപ്പം ദൈവം സഹായിച്ച് തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തു പോകുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അന്നേരം പറയായിരുന്നു, ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സൂസന് ഇൻസ്പിറേഷനായി. അപ്പം സൂസൻ്റെ കാര്യം കേട്ടിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ. ഞാൻ പറയുന്നത് ഇവിടൊന്നും അങ്ങനെ മലയാളികളില്ല കേട്ടോ. അത് കാരണം ഈ ബീഫെന്ന് കേട്ടാൽ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ അങ്ങ് കൊല്ലാനുള്ള ദേഷ്യം കാണും. അതുകൊണ്ട് ചിലയിടത്ത് സ്ഥലത്തോട്ടൊക്കെ ഞാൻ ഈ ബീഫിൻ്റെ അച്ചാർ വിടുമ്പോൾ ലേബൽ വേറെ ഇട്ടാണ് കൊടുക്കുന്നത്. അവർ തന്നെ പറയും ലേബൽ വേറെ ഇട്ട് തരണേന്ന്. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ചിക്കനൊക്കെ ചിലർ കഴിക്കും. പിന്നെ ചിലർ കൂടുതലും ആൾക്കാർ ഇവിടെ ഈ മാർവാടികളാകുമ്പോൾ നോൺ വെജ് തൊടത്തേ ഇല്ലെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റി മൊത്തം മാർവാടികളാണെന്നുള്ളത്. അപ്പം നമ്മുടെ അലീക ഗ്രൂപ്പിൻ്റെ ഒരു ലേഡീസ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടാലും ഒരു പ്രയോജനവും ഇല്ല. അവരുടെ ഈ വെജ് ആണെങ്കിൽ പറ്റും. ഇപ്പം നമ്മൾ വെജ് ഇടുവാണെങ്കിൽ ഉടനെ അവരുടെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ വേറെ പാത്രത്തിൽ. എന്നാലും നമ്മുടെ നോൺ വെജ് കഴിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കത്തില്ല. അത് അവരുടെ കുറ്റമല്ല, അവരങ്ങനെ ശീലിച്ചു പോയി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞൊരു വീഡിയോ കേട്ടോ, കുറച്ച് ഇതേ ഉള്ളൂ. ഒരാൾക്ക് ഇനി എക്സാം വരുന്നു. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ, ഇരുന്ന് പഠിക്കാൻ. ഇപ്പോൾ എന്തു വന്നോ, മറ്റേതങ്ങനെ താഴെപ്പോക്കില്ലായിരുന്നു തന്നെ. ഞാനിങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങ് വലിയ ആളെ കൂട്ടുകാരൊക്കെ ആയി പോയാൽ പിന്നെ ഒരു വിരക്കും ഇല്ലെന്നുള്ള. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് പോട്ടെ എന്ന് പറയും. സ്കൂളിൽ നിന്ന് വന്ന് കഴിച്ചൊട്ടനെ ഞാൻ താഴെ പോവെന്ന് പറഞ്ഞ് പോയി. ഞാൻ ചോദിച്ചു എപ്പോൾ വരും, ഞാൻ 9 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി.
ഞാനിവിടെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞ് 9:15 ഇവിടെ താഴേന്ന് വിളിച്ചു എന്നിട്ടും ആളിനെ കാണുന്നില്ല. പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി വിളിച്ചോണ്ട് വന്നു. അപ്പം ഇന്ന് പോട്ടെ, എന്തോ ഇന്നലെ രാത്രി എൻ്റെ പൊന്നോ ഒരു 3 മണിയാണ് ഞാൻ എണീറ്റുണ്ടേ. ഇവിടെ റയിച്ചാനും ഇവരൊന്നും പോളും അറിഞ്ഞ് കാണത്തേ ഇല്ല. ഡാഡി അറിഞ്ഞു കാണും, ഞാനും അറിഞ്ഞു. എന്തോ ഇടിയും കൊല്ലാനും മഴയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ ചാറി 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 നിൽക്കുക. അങ്ങനെ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഓക്കെ, വീട്ടിൽ വിളിച്ചോണ്ടേ. ഞങ്ങളുടെ വീട്ടിൽ ഈ ബ്ലോക്കിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിയാണ്. ബ്ലോക്കിൽ നിന്ന് വാങ്ങിക്കുന്ന പണ്ട് നമ്മൾ പിന്നെ മുട്ട വെച്ച് വിരിച്ച് എടുക്കുന്ന കോഴികളും ഈ കോഴികളുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിൽ ഹോർമോൺ കുത്തിവെച്ച കോഴികളല്ലേ, അതുങ്ങൾക്ക് അന്നേരം ഒന്ന് പറക്കാനോ പണ്ടത്തെ കോഴികളാണെങ്കിൽ ഒരു പട്ടി വരുമോ, ഒരു കിള്ളിറാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോവുക ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തള്ളക്കോഴി മരത്തിൻ്റെ മണ്ട വരെ പറന്ന് കയറും, ആരോഗ്യമുള്ളു. ഇപ്പോഴത്തെ കോഴി എന്ന് പറയുമ്പോൾ ഒന്ന് ഓടാൻ പോലും പറ്റത്തില്ല, കാരണം ഹോർമോൺ കുത്തിവെച്ച്. കാരണം നല്ലൊരു വലിയ പൂവനായിരുന്നു, ഒരു 3-4 കിലോ കാണുമായിരുന്നെന്ന് പറയുന്നു. കാരണം ഞാൻ എപ്പോഴും വിളിക്കുന്നതന്നെ പറയും, ഇന്നാളും ഇതുപോലെ ഒരെണ്ണത്തിനെ പട്ടി കൊണ്ടുപോയി. അന്നേ ആകെ വിഷമമായിരുന്നു, കാരണം തിന്നുന്നുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ഇതിനെ അവന് ആങ്ങളയ്ക്ക് കൊല്ലാനും ഒരു വല്ലാതെ. പണ്ടൊക്കെ ആണെങ്കിൽ പപ്പ ഇങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും കൊല്ലത്തില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ വീട്ടിൽ അവർ ഈ ചിക്കൻ കടയിൽ കൊണ്ടുപോയി കൊന്നുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും ഒരു ഉച്ചയാകുമ്പോൾ നിങ്ങളുടെ നോക്കി അമ്മ ഇരിക്കുന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ 2-3 മണിയാകുമ്പം ഈ പൂവൻകോഴി തന്നെ ബാക്കിയുള്ളതിനെ കൂടെ കുത്തി വിളിച്ച് കൂട്ടി കയറ്റുന്നേ. ഇന്നലെ അവനത് കയറിയിട്ട് വീണ്ടും ഇറങ്ങി വന്നെന്ന് പറയുന്നു. പിന്നെ ഇവർ ഈ ഭയങ്കര ചൂടുമായിരുന്നു, ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. ഫാനെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് അറിഞ്ഞില്ല പട്ടി കൊണ്ടുപോയി. അതുകൊണ്ട് ആകെ ടെൻഷനിലായിട്ടിരിക്കുന്നവർ. കാരണം മെയിൻ അതിനെ കണ്ടാലൊന്ന് നോക്കാനുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കോഴികളും പണ്ടത്തെ കോഴികളുമായിട്ടുള്ള. പണ്ടത്തെ കോഴികൾ എന്തോ പറക്കും, നല്ല ആരോഗ്യമുള്ള കോഴികളായിരുന്നു. പട്ടിയൊക്കെ വന്നാൽ ഓടും. ഇതുങ്ങളാണെങ്കിൽ ഓടാൻ പറ്റത്തില്ല, പമ്മി അവിടെ നിന്ന് ഇരിക്കും. കുറച്ച് ഓടുമ്പോഴേ അതുങ്ങൾ ക്ഷീണിക്കും. ഓക്കെ, ഒത്തിരി ആയില്ലേ വെടുപെട്. അപ്പം ഇപ്പം ഈ ചുമന്ന കൊഞ്ചുണ്ടല്ലേ, അത് കുറേ ഉണ്ട്. അത് ഞാൻ സാധാരണ നമ്മൾ ഇപ്പം ഈ അച്ചാർ ഇടണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. അപ്പം ഈ ഒരു മീനുണ്ടല്ലേ, അത് ചോദിച്ചോണ്ടേ കണ്ടിട്ടില്ലേ, ഒരു കത്തിപ്പാരയാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ കത്തിപ്പാരയല്ല. വേറെ പുള്ളിക്കാരനോട് ചോദിച്ചോണ്ടേ പറഞ്ഞു മുള്ള അങ്ങനെ ഇല്ലെന്ന്, ആ ഒരു നടുക്കുള്ള മുള്ളേ ഉള്ളെന്ന് പറയുന്നു. പക്ഷെ അത് വീട്ടിൽ വന്നിട്ട് ചിന്തിച്ചു അത് വാങ്ങിക്കേണ്ടതായിരുന്നു. അത്രയും പാട്ട 300 രൂപ. അപ്പം റേച്ചാൻ പറഞ്ഞ് നമുക്ക് പിന്നെ വരാൻ, നമുക്ക് വന്ന കാര്യം നടക്കട്ടെ. നമ്മളിപ്പം വന്നത് അച്ചാറിനുള്ള മീൻ വാങ്ങിക്കാനല്ലേ വന്നേ, അത് വാങ്ങിച്ചിട്ട് വന്ന് നമുക്ക്. അതുമല്ലായിരുന്നു, എനിക്ക് ഫ്രിഡ്ജിൽ എൻ്റെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അയല ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രീസറിൽ സ്ഥലവും ഇല്ല. ഇതും വേറൊരു ഇങ്ങനെ നടന്ന് വന്ന വഴിക്ക് ഇതെന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ ഇതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. എനിക്കിതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിൽ വറക്കാൻ നല്ലതാണ്. ഇതിൻ്റെ മുള്ളിനധികം കട്ടിയില്ല. നമ്മുടെ ഈ കിളിമീൻ, ഇവിടുത്തെ റാണിയായി ഇത് കിളിമീൻ. എന്നിട്ട് ഈ വലയിലിരിക്കുന്ന ഇതെന്തുവാ എനിക്കതറിയത്തില്ല. അത് ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, അതെന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ നെയ്മീനൊക്കെ ചെറുതായിരുന്നു. അത് അവരിങ്ങനെ ഓരോരുത്തരൊക്കെ ബാർഗിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. കാരണം എനിക്ക് നെയ്മീൻ 1 കിലോ അച്ചാർ വേണമെങ്കിൽ ഒരു 1.5, ഇപ്പം ഇങ്ങനെ കിലോ കണക്കിന് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു 1.5 കിലോ വാങ്ങിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ മുഴുവനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 കിലോ ഉള്ള മീൻ വാങ്ങിക്കണം. കാരണം തലയൊക്കെ പോയാൽ പിന്നെ നമുക്ക് മാംസം നെയ്മീൻ്റെ അങ്ങനെ കളയാനില്ല, എന്നാലും തലയും അതിൻ്റെ തൊലി അതൊക്കെ പോയി വരുമ്പോഴത്തേക്കിന് നമുക്ക്. എന്നിട്ട് ഞങ്ങളൊരു 3 കിലോയുടെ വാങ്ങിച്ചത്. എന്നിട്ട് അച്ചാറിടാൻ എനിക്ക് 1.25 കിലോയാണ് കിട്ടിയത്. അപ്പോൾ ആ സെയിം മീനാണ്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അത് വാങ്ങിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ മനുഷ്യൻ പറഞ്ഞത് മുള്ളങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ എല്ലാം നോക്കിയുണ്ടെങ്കിൽ ചൂരകൾ കുറേ ഉണ്ട് കേട്ടോ. ചൂര, നമ്മുടെ ഈ ഇവിടുത്തെ കറുത്തയൂരി, ഇതൊക്കെ എന്തോ മീനാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇവിടങ്ങളിലുള്ളവർ വാങ്ങിക്കുന്നതാണ് ഈ ബോംബിൽ. അതിൻ്റെ അത് മൊത്തം നിറച്ചങ്ങ് വെള്ളമാണ്. പക്ഷേ ആൾക്കാർ അത് ശരിക്കും ഈ മഹാരാഷ്ട്രീയൻസ് മൊത്തം കൂടുതൽ അതാണ് വാങ്ങിക്കുന്നത്. കാരണം ഞങ്ങളിതെല്ലാം വാങ്ങിച്ചിട്ട്
ഈ മീൻ ക്ലീൻ ചെയ്യാൻ അവിടെ ലേഡീസ് ഇരിപ്പുണ്ടല്ലേ, അവിടെ കൊണ്ട് കൊടുത്തോണ്ടേ വരുന്നവരെല്ലാം ആ മീനാണ് വാങ്ങിക്കുന്നത്. അത് വളവളായിരിക്കും, അതെങ്ങനെ വെക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെടി അതിൻ്റെ അകത്ത് വല്ല ഇടിക്കല്ലോ വല്ലതും കട്ടിയുള്ള സാധനം എടുത്ത് വെച്ചിട്ട് ആ വെള്ളം അങ്ങ് ഊറിപ്പോയിട്ട് ഫ്രൈ ചെയ്താൽ നല്ലതാന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ സൈഡിൽ വന്നപ്പോഴത്തേക്കിന് കുറേ ചൂര ഇരിപ്പുണ്ട്, വലിയ ചൂര. അപ്പോൾ നെയ്ച്ചൻ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ ചൂരയ്ക്കൊക്കെ അവർ 500 പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അന്നേരം വാങ്ങിച്ചില്ല, പിന്നെ പോയി നമുക്ക് വാങ്ങിക്കാനുള്ള പ്രോൺസും നെയ്മീനും എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ അത് പോയി നോക്കാമെന്ന്. അപ്പോൾ തിരിച്ച് വന്നോണ്ടേ എത്ര 350 വാങ്ങിച്ചോരണം. പക്ഷേ ഇവിടെ വീട്ടിൽ കൊണ്ട് നോക്കിയുണ്ടേ 3 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളച്ചൂരയല്ലായിരുന്നു കേട്ടോ, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഈ മീൻ എന്ന് പറയുന്നത് മാന്തേൾ എന്ന് പറയും. അത് തോരൻ വെക്കാൻ നല്ല, അത് ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി താമസം എടുക്കും. ഇതാ ആ വെള്ളമുള്ള മീനാണ്. പക്ഷേ ഇപ്പം മീൻ നേരത്തെ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പിട്ട് വരുന്നുണ്ടെ ക്ലീൻ ചെയ്യാൻ വാങ്ങിച്ചതിനേക്കാൾ പൈസ കൂടുതലാണ് ഇപ്പം വാങ്ങിക്കുന്നത്. എല്ലാത്തിനും വിലയല്ലേ, പിന്നെ അവരായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്. നേരത്തെ ഒരു വലിയ ചൂര കേരയൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ 100 രൂപ 120 രൂപയൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് തന്നെ 150 രൂപ എടുത്തെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഈ നേരത്തെയൊക്കെ അച്ചാർ ഇടുന്നുണ്ട്. ഈ ചുമന്നത് എനിക്ക് അങ്ങനെ ഇവിടെ കിട്ടാറില്ലായിരുന്നു. ഇങ്ങനെ ഈ ചന്തയിൽ ഒരു സീസൺ വരുന്ന സമയത്തെ ഈ മാർക്കറ്റിൽ കാണത്തുള്ളൂ. നമ്മുടെ അടുത്തും ഇങ്ങനെ ഈ വണ്ടിക്കാരൻ്റെ കയ്യിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വണ്ടിക്കാരൻ്റെ കയ്യിലും വെള്ളയാണ് ഉള്ളത്. വെള്ളം നമ്മളൊരു 2 കിലോയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് 1 കിലോയും ഒരു 100 ഗ്രാമൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ കിട്ടും. പക്ഷേ ഇപ്പം നമ്മൾ ഈ ചുമന്നത് വാങ്ങിച്ചില്ലേ, അപ്പം ഞാൻ ചിന്തിച്ച് ചുമന്നത് അങ്ങനെ ഞാൻ വാങ്ങിച്ചങ്ങനെ ഇടാറില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ത്രാസും കൊണ്ടൊക്കെയാണ് പോയത് കേട്ടോ. കാരണം നമുക്കൊന്ന് അറിയണമല്ലേ എത്ര കിലോ ഉള്ളത് വാങ്ങിച്ചാൽ നമുക്ക് 1 കിലോയുടെ അച്ചാർ കിട്ടുമെന്നുള്ളത്. അപ്പം ത്രാസും കൊണ്ട് പോയിട്ട് 2 വാട്ട മീൻസ് ഇങ്ങനെ 2 കൂട്ടം ഉണ്ടായിരുന്നു. ഈ മീൻ എന്തോ മീനാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഇരിക്കുക. ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ മീനെ? ചുവനെടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പോലും. ഇവിടെ വെച്ചാൽ എൻ്റെ മൊബൈലും തറയിൽ വീണത്, ഇച്ചിരി വെള്ളത്തിലായിരുന്നു വീണത്. ഞാൻ ചിന്തിച്ച് മൊത്തം പോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്നേരം ഈ 2 കൂട്ടം പിന്നെ തൂക്കി നോക്കിയിട്ട് 3 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് അച്ചാർ അന്നേരം ഒരു 1.5 കിലോയൊക്കെ കിട്ടുമായിരിക്കുമെന്ന്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയുണ്ടെങ്കിൽ കറക്റ്റ് 1 കിലോയും ഒരു 50 ഗ്രാം കൂടുതൽ കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ വെള്ളയ്ക്ക ഇതിന് ഈ കുഞ്ഞിതായതുകൊണ്ട് ഇതിന് തൊലി കൂടുതലാണെന്ന് തോന്നുന്നു. വെള്ളയ്ക്ക് അധികം തൊലി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ഫുള്ള് മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വേണം. എൻ്റെ വീഡിയോയ്ക്കകത്ത് സ്പേസ് മൊത്തവും പോയി, പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ അത്രയും ഈ 3 കിലോയൊക്കെ ക്ലീൻ ചെയ്ത് നെയ്മീനൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അത്രയും നേരം അവിടെ നിന്ന് വീട്ടിൽ വന്നോണ്ടേ ഞാൻ ആകെ എനിക്കങ്ങൊരു ഇതായി നിന്ന് എന്നിട്ട് വന്ന ഉടനെ ഞാനങ്ങ് കുളിച്ചിട്ട്, കാരണം എനിക്ക് ഈ മീനുകളെല്ലാം എന്നിട്ട് ഞങ്ങളൊരു വലിയ ചൂരയും വാങ്ങിച്ചായിരുന്നു. ഫ്രീസറിൽ വെക്കാനും സ്ഥലമില്ലല്ലോ. അപ്പം ഞാൻ ചിന്തിച്ച് ഇന്നെന്നാ പ്രോൺസ് അങ്ങിടാന്ന് പറഞ്ഞ് വന്നോണ്ടേ കുളിച്ചിട്ട് എന്തു വന്നേലും 1/2 മണിക്കൂർ ഞാൻ എൻ്റെ നടുവൊന്ന് നൂത്ത് എന്നിട്ട് പോയി പിന്നെ പ്രോൺസ് അച്ചാറൊക്കെ അങ്ങിട്ട്. എന്നിട്ട് എനിക്ക് പിന്നെ അത് പെട്ടെന്ന് എനിക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു. അവർ പറഞ്ഞ് എപ്പോഴാണ് മീൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാനും. പക്ഷേ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വയ്യെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും.
റീച്ചാനാവുന്നേം പറഞ്ഞ് ഇന്ന് നീ ചെയ്യരുത്, നീ ആകെ ഇന്ന് രാത്രി വധമാവും, ചെയ്യല് കാരണം അത്രയും നേരം അവിടെ നിൽക്കുകയും നമ്മളൊരു മീൻ മാർക്കറ്റിൽ പോകുന്ന കറങ്ങി ഒരു 2-2.5-3 മണിക്കൂർ എടുത്തെന്നുള്ളതാണ്. കാണുമ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ, പക്ഷേ നമ്മൾ അത്രയുടെ ചുറ്റിക്കറങ്ങി ഒരു 3-4 റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ വന്നെല്ലാം സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് റെഡിയായി. ഇനി നാളെ നെയ്മീനിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.